അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മനുഷ്യൻ എപ്പോഴും കൊതിക്കുന്ന ഒന്നാണ് സൗന്ദര്യം. വിപണിയിൽ കിട്ടുന്ന കൃത്രിമ സൗന്ദര്യവർദ്ധന വസ്തുക്കളിലൂടെയല്ല സൗന്ദര്യം പ്രകടമാകുന്നത്, മറിച്ച് ഹൃദയത്തിന്റെ ശുദ്ധിയിൽ നിന്നും ആത്മാവിന്റെ പ്രകാശത്തിൽ നിന്നും രൂപപ്പെടുന്ന നൂർ അഥവാ പ്രകാശം, അതാണ് സൗന്ദര്യം. ആ സൗന്ദര്യം വർദ്ധിക്കാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുന്നൂറിലെ 35-ാമത്തെ അധ്യായം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. ഇത് ദിവസവും 5 പ്രാവശ്യം ഓതി ഉള്ളൻ കയ്യിൽ ഊതിയിട്ട് മുഖത്ത് തടവുക. ഈ ആയത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ വെളിച്ചത്തിന്റെയും സ്രോതസ് സർവശക്തനായ അള്ളാഹുവാണ്. മനുഷ്യന്റെ ആന്തരിക ലോകത്തെ പൂരിതമാക്കാൻ ശേഷിയുള്ള ദൈവിക മന്ത്രമാണ് ഈ ആയത്ത്. ഈ ആയത്ത് ഓതുകയും അവരുടെ ഈമാൻ അഥവാ ദൈവവിശ്വാസവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും നിറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രകാശം ചൊരിയപ്പെടുന്നു. ഈ ആന്തരിക പ്രകാശമാണ് ഒരു വ്യക്തിയുടെ മുഖത്ത് സൗന്ദര്യവും പ്രസന്നതയും ശാന്തതയും പ്രതിഫലിക്കുന്നത്. ഒരു വിശ്വാസിയുടെ മുഖം എന്നും പ്രകാശശോഭിതമായിരിക്കും. സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളമെടുത്ത് മുമ്പിൽ വെച്ച് ആ വെള്ളത്തിൽ 100 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലുക. യാ അല്ലാഹു യാ നൂർ, യാ അല്ലാഹു യാ നൂർ എന്ന് ചൊല്ലി ഓതുകയും ആ വെള്ളം ഒരൽപ്പം കുടിക്കുകയും മുഖം കഴുകുകയും ചെയ്യുക. ഇങ്ങനെ ദിവസവും ചെയ്താൽ മുഖസൗന്ദര്യം വർദ്ധിക്കും. ഈ ദിക്കറും സൂറത്തുന്നൂറിലെ ഈ വചനവും പതിവായി പാരായണം ചെയ്യാനും മുഖസൗന്ദര്യവും ദൈവിക പ്രകാശവും സ്വന്തം ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ദിവസവും ഇങ്ങനെയുള്ള അറിവുകൾ നേടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.